നമുക്ക് അപ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും അനുഭവപ്പെടുക. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ വീട്ടിൽ താഴത്തെ അതേ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് മേലെയും നമുക്ക് അനുഭവപ്പെടുന്നത്. പിന്നെ അപ്സ്റ്റേഴ്സിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ബെഡ്റൂം, പിന്നെ ഒരു കോമൺ സ്പേസ്, പിന്നെ ഒരു യൂട്ടിലിറ്റി സ്പേസ് ആണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഹാൻഡ് റെയിലാണ്. ഇത് പാലക്കാട് കണ്ടുവരുന്ന പന യൂസ് ചെയ്തിട്ടാണ് തീർത്തിരിക്കുന്നത്. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന റൂഫുകളിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്നുള്ള ആശയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഹുർഡീസ് എന്ന സാധനം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിതിൻ്റെ റൂഫിംഗ് പ്ലാൻ ചെയ്തത്. ഒരു റൂഫ് വാർക്കുമ്പോൾ അതിൻ്റെ അടിയിൽ 4 ഇഞ്ച് കനത്തിലുള്ള കണ്ണൂർ വളപട്ടണത്താണ് ഈ ഉരുഡീസ് ലഭ്യമാവുന്നത്. അകത്ത് ഹോളുള്ള ഒരു ഉരുഡീസിൽ 2 ഹോൾ അകത്തുണ്ടാവും. ഏകദേശം 3 to 4 ഇഞ്ച് കനം ഈ ഉരുഡീസിനുണ്ടാവും. ആ ഉരുഡീസ് വെച്ച് ഇതിൻ്റെ സീലിങ്ങിൽ നമ്മൾ തട്ടടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മുഴുവൻ നിരത്തി വയ്ക്കുകയും അതിൻ്റെ അകത്ത് കമ്പി നമ്മൾ ഈ ഉരുഡീസ് ഉപയോഗിക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ചൂട് കുറയുന്നതിനോടൊപ്പം തന്നെ നമുക്ക് കോസ്റ്റും കുറയും. അപ്പോൾ അങ്ങനെ കൃത്യമായ ഫ്ലാറ്റ് സർഫസിൽ ഉരുഡീസ് നിരത്തി അതിനിടയിൽ കമ്പി പാകി കോൺക്രീറ്റിൻ്റെയും കമ്പിയുടെയും ഡെപ്ത് കുറച്ചുകൊണ്ട് ഡയറക്റ്റ് സൺലൈറ്റ് റൂഫിനകത്ത് എത്തുന്നത് ഒരു 80% കുറയ്ക്കാൻ നമ്മളതിന് സഹായിച്ചു. അങ്ങനെ ഫ്ലാറ്റായിട്ട് റൂഫ് വാർത്തതിന് ശേഷം അതിൽ നിന്ന് കൂടാതെ വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിൽ ട്രസ് വർക്ക് ചെയ്ത് ഓടിട്ട് പരമാവധി ചൂടിനെ നമ്മുടെ സീലിങ്ങിലേക്ക് തട്ടാതിരിക്കാൻ എന്തൊക്കെ ശ്രമം എടുക്കാവോ അത് മുഴുവൻ എടുത്തിട്ടാണ് നമ്മളിതിൻ്റെ റൂഫ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് മഡിൽ പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ വാൾസ്. ഇതിൻ്റെ ഒരു എക്സൈറ്റിംഗ് എലമെൻ്റ് എന്ന് പറയുമ്പോൾ മഴക്കാലത്ത് ഈ മണ്ണിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യുന്നത് കാണാം. പിന്നെ ഈ വീടിൻ്റെ ഫ്ലോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭിത്തിക്ക് മാച്ചിങ് ആയിട്ടുള്ള സെറാമിക് ടൈൽസ് യൂസ് ചെയ്തിട്ടാണ് ഫ്ലോർ ചെയ്തിരിക്കുന്നത്. അതും മാറ്റ് ഫിനിഷാണ്. ഒരു വീട് നിർമ്മാണ ഘട്ടത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്താണ് ഫ്ലോറിംഗ് വരിക. ഫ്ലോറിങ്ങിൻ്റെ സമയത്താണ് ഒരു ക്ലയൻറ്റ് ചെന്ന് കൃത്യമായി ബഡ്ജറ്റിൽ പോലും പെടാത്ത രീതിയിൽ വളരെ ഉയർന്ന വിലയുള്ള ടൈൽസിലേക്ക് എത്തുന്ന ഒരു ഘടകം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. സത്യത്തിൽ ടൈൽസിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ അധികം കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ് അപ്ലൈ ചെയ്തിട്ടുള്ളൊരു വീടാണത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വീടിൻ്റെ ടൈല് എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഒരു വീടിൻ്റെ ടൈൽ എന്ന് പറയുന്നത് ഒരു 80% ഫർണിച്ചറിനകത്തോ അല്ലെങ്കിൽ ഒരു 50% എങ്കിലും ഫർണിച്ചറിനടിയിലും ഒക്കെ ആയിട്ട് പോകും. ബാക്കി ഒരു 50% മാത്രമേ പുറത്ത് വരുള്ളൂ. അത്തരം ടൈലുകൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഗ്ലോസി ടൈലുകളാണ് പലപ്പോഴും പലരും സെലക്ട് ചെയ്യാറ്. അപ്പോൾ ഗ്ലോസി ആയിട്ടുള്ള ടൈലുകളുടെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ചൂടിനെ വല്ലാതെ റിഫ്ലക്റ്റ് ചെയ്യും. നമ്മൾ നേരത്തെ കരിങ്കല്ല് പുറത്തേക്ക് പ്രതിഫലിപ്പിക്കുമെന്ന് പറഞ്ഞ പോലെ ടൈലിൽ അടിക്കുന്ന ഒരു സൂര്യരശ്മി തീർച്ചയായിട്ടും ആ ചൂടിനെ നമ്മൾ മുറിക്കകത്തേക്ക് തന്നെ പ്രതിഫലിപ്പിക്കും. അപ്പോൾ നമ്മൾ വളരെ റസ്റ്റിക് ഫിനിഷിംഗ് ഉള്ള 1/1 സിറാമിക് ടൈലുകളാണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ അതിനൊരു ടെറാക്കോട്ട പാറ്റേൺ ആണ് ചൂസ് ചെയ്തത്. അപ്പോൾ അതെല്ലാം കൂടി ചേർന്നുകൊണ്ട് മുറിക്കകത്തുള്ള തണുപ്പിനെ അതിനകത്ത് തന്നെ നിലനിർത്താൻ ആ ടൈൽ ഒരുപാട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാറ്റേൺ, മിനിമലിസം എന്നുള്ള കൺസെപ്റ്റിൽ എല്ലാ മുറികളും ഒരേ പാറ്റേൺ തന്നെ ചൂസ് ചെയ്യുക, ഒരേ ടൈല് തന്നെ ചൂസ് ചെയ്യുക.
കുട്ടികൾ സ്കൂളിൽ പോയി ഞങ്ങൾ ഏകദേശം 8:30 ഇവിടുന്ന് ഓഫീസിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്ന സമയത്ത് ഇവിടെ വാതിലും ജനലെല്ലാം നമ്മൾ അടച്ചിട്ടാണ് ഇറങ്ങുന്നത്. തിരിച്ച് നമ്മൾ എത്തുന്നത് 2 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഏകദേശം 2:30 ആകുമ്പോഴാണ് ഈ വീട്ടിൽ വന്ന് കയറുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് വന്ന് കയറുമ്പോഴുള്ളൊരു എക്സ്പീരിയൻസാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്. വന്ന് കയറി അകത്തോട്ട് കയറുമ്പോൾ തന്നെ ആ ചൂടിൽ നിന്ന് ഒരു 5% അല്ലെങ്കിൽ ഒരു 6% വരെ ചൂടിൽ ആ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ നമ്മൾ കാണും. അകത്ത് വന്ന് കറണ്ട് ഇല്ലെങ്കിൽ പോലും നമുക്ക് അകത്ത് സുഖമായിട്ടിരിക്കാനുള്ളൊരു ഒരു കാലാവസ്ഥയാണ് ഇതിനകത്ത് ഉള്ളത്. അത് നമുക്ക് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണത്. നമുക്ക് ഈ വീട് കെട്ടാനായിട്ട് മെറ്റീരിയലായിട്ട് ഏകദേശം കരിങ്കല്ല് 7000 കരിങ്കല്ലും അതുപോലെ തന്നെ ഒരു 7000 ചെങ്കല്ലാണ് ഇതിനാവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1800 സ്ക്വയർ ഫീറ്റ് ഈ വീട്ടിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന വീട്ടിൽ, അതായത് ഇപ്പോൾ കോമ്പൗണ്ട് വാളും ഈ ഫർണിച്ചർ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെയാണോ കാണുന്നത് ഇതെല്ലാം കൂടെ നമുക്ക് ചിലവ് എന്ന് പറയുന്നത് 30 ലക്ഷമാണ് ആയിരിക്കുന്നത്. ഈ 1800 സ്ക്വയർ ഫീറ്റിന് ആയിരിക്കുന്ന ചിലവ്. ഇതിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഒരു വീട് കെട്ടിക്കഴിഞ്ഞാൽ 2 വർഷം 3 വർഷം കഴിയുമ്പോഴുള്ള മെയിൻ്റെനൻസ് ആണ്. പിന്നീട് വീണ്ടും തേക്കുക, പെയിൻ്റ് അടിക്കുക എന്നുള്ള പറയുന്ന സാധനം. അപ്പോൾ ഇതിനകത്ത് അത് ഏറ്റവും കുറവാണത്. മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് ഇല്ല, കരിങ്കല്ലായതുകൊണ്ട് അങ്ങനെ ഒരു ഇതുമില്ല. ഇപ്പോഴും അതുകൊണ്ടാണ് ചിലവ് കുറഞ്ഞതിൻ്റെ ഒരു കാരണം അതാണ്. ഇനി വരും കാലങ്ങളിലും നമുക്ക് മെയിൻ്റെനൻസ് എന്നുള്ളത് ഒട്ടും ഇല്ലാത്തൊരു രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പാലക്കാട് നമ്മളൊരു വീട് വയ്ക്കാൻ ആദ്യമായി തീരുമാനിച്ചപ്പോൾ തന്നെ ഇതിനകത്ത് പാലക്കാടിലെ ചൂട് എങ്ങനെ പ്രതിരോധിച്ചുകൊണ്ട് നമുക്ക് വീട് വയ്ക്കാമെന്നായിരുന്നു ആദ്യത്തെ ചിന്ത. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിക്കുകയും നമ്മുടെ സുഹൃത്തായ ബിനുവായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തിരുന്നു. ഏകദേശം 3 വർഷം എടുത്തു ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്ത് ഇങ്ങനെയുള്ളൊരു വീട് വയ്ക്കാനായിട്ടുള്ളൊരു തീരുമാനത്തിലെത്താനായിട്ട്. ചൂടിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളത് നമ്മൾ ആലോചിച്ചപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കുന്നത് ഈ പറഞ്ഞ പോലെ കരിങ്കല്ലും മഡ് പ്ലാസ്റ്ററിങ്ങും അതുപോലെ തന്നെ ഉരുടീസ്, പിന്നെ ടൈൽസ്. നമ്മൾ ഒരു വീട്ടിന് വേണ്ട ഏത് സാധനങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴും അതുമായിട്ട് ഏറ്റവും ചൂട് കുറയ്ക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കിയത്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നത് സത്യം പറഞ്ഞാൽ വലിയൊരു റിസ്ക് ആയിരുന്നു. ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെത് നമുക്ക് പ്രത്യേകിച്ച് റെഫറൻസോ കാര്യങ്ങളോ അതിനെപ്പറ്റി ഒന്നും ഇല്ലായിരുന്നു. ബിനുവായിട്ട് സംസാരിച്ചു, വലിയൊരു റിസ്ക് ഏറ്റെടുത്തു നമ്മൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് ഈ റിസ്ക് ഏറ്റെടുക്കുമ്പോൾ തന്നെ നമ്മളുടെ ഫാമിലിയുടെ സപ്പോർട്ട് അത് വളരെയധികം കിട്ടിയതുകൊണ്ട് ഇന്ന് ഈ വീട്ടിനകത്ത് കയറി വരുമ്പോഴും നമുക്കിപ്പോൾ എല്ലാവർക്കും വെളിയിൽ പോയി എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും സ്വന്തം വീട്ടിൽ വന്ന് ഇരിക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ താല്പര്യം. അങ്ങനെ ആ വീട്ടിൽ വന്ന് ഇരിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടെങ്കിൽ വീട്ടിൽ അതിന് പറ്റിയൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് വേണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഇന്ന് വളരെയേറെ ഹാപ്പിയാണ്. കാരണം എവിടെ പോയാലും വീട്ടിലെത്താനുള്ളൊരു ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ആ ഏറ്റെടുത്ത റിസ്കിന് വളരെ നല്ലൊരു ബെനിഫിറ്റ് കിട്ടിയായിട്ട് ആണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. കഴിയുന്തോറും ചൂട് കൂടി വരികയാണ്. വരും കാലങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ചൂട് കുറഞ്ഞ വീടുകളിൽ താമസിക്കാൻ തന്നെയായിരിക്കും. അത്തരത്തിലുള്ള ആളുകൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മൾ ഇന്ന് കണ്ടത്. മാസ്റ്റർ ക്രാഫ്റ്റിൻ്റെ ഈ അധ്യായം ഇന്നിവിടെ പൂർണ്ണമാകുന്നു.